എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ നാട്ടിലെ പുള്ള് ഗ്രാമമാണ്. ഇവിടെ ഒരു മീൻ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ള് പടവിൻ്റെ ഒരു കാവൽ ജോലി നോക്കുന്ന ആളാണ് നമ്മുടെ ഗംഗാരട്ടൻ. ഞങ്ങളുടെ ഗംഗാരട്ടൻ പ്രോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗംഗാരട്ടൻ പറഞ്ഞായിരിക്കും. പുള്ള് പടവിൻ്റെ വളർത്ത് മത്സ്യത്തിൻ്റെ വിളവെടുപ്പാണത്. വൻ വിജയമായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഈ പാടശേഖരത്തിൻ്റേതായിട്ടുള്ള മൊത്തത്തിൽ ഇട്ടിട്ടുള്ളതാണ്. പല സൈസ് മീനുകളും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുള്ള് പാടശേഖരത്തിൽ ഞാൻ 3ാമത്തെ ദിവസമാണ് വരുന്നത്. ഇപ്പോൾ മത്സ്യത്തിൻ്റെ പിടിച്ചുകൊണ്ട് കഴിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുള്ള് പാടശേഖരത്തിൻ്റെ കൺവീനറാണ് സുബ്രാട്ടനാണ്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. സ്വന്തം ചേട്ടനവരെ കരുതുന്ന ആളാണ് ഞാൻ. ആളൊരു 10-20 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് കൺവീനറാണ് പുള്ള് പാടശേഖരത്തിൻ്റെ. ഞാൻ വിത്ത് വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാറിടൽ സ്റ്റാർട്ട് ചെയ്തു. 10 ദിവസം ഞാറിടുന്ന ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ 18 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ തുടങ്ങും. അതിലിടയ്ക്ക് ശരിയാക്കേണ്ട തുടങ്ങിയിട്ട് വെള്ളം വറ്റിച്ച് ഏകദേശം കഴിഞ്ഞ് മത്സ്യബന്ധനം ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ മഴ ചതിക്കാതിരുന്നാൽ കൃഷി നന്നായിട്ട് നോക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ എന്ന്. ഞാൻ 10 വർഷമായിട്ട് മീൻ കൃഷിയിലെ മീൻപിടുത്തവും മീൻ കൃഷിയും കൂടി ആണ്. ഞങ്ങളിപ്പോൾ 9 ആള് മീൻ പിടിക്കുന്നത് 9 ആള്. ഇപ്പോൾ 4 പേരായിട്ട് മീൻ കൃഷി ചെയ്തു. ഈ മീൻ പിലോപ്പി ഇത് തൂളി
തൂളി ബ്രാല് റോഹ് ഈസി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ മറ്റേ മത്സ്യത്തിൻ്റെ വിളവെടുപ്പ് ഷൂട്ടിന് വന്നാണ്. അപ്പോഴാണ് നമ്മുടെ കുമാരേട്ടനെ കണ്ടത്. ഇവിടെ കുമാരേട്ടൻ ഒരു പഴയ കർഷകനാണ്. പിന്നെ യൂണിയനിലായിരുന്നു. ഇപ്പോൾ യൂണിയൻ നിർത്തി പോത്ത് ചേണ്ടല്ലേ, പോത്തിന് തീറ്റാൻ വന്നുള്ളതാണ്. ചേട്ടാ നമ്മുടെ പുള്ളിനെ കുറിച്ച് 2-3 വിശേഷങ്ങൾ പറഞ്ഞു. ഉള്ളിലിപ്പോൾ വിശേഷം എന്ന് വെച്ചാൽ കൃഷി പണിതിട്ടേ ഒരു രക്ഷയില്ല. കൃഷി 2 വർഷം നമുക്ക് വളരെ നഷ്ടമായി. ഞാൻ കൃഷി പണിയുന്നല്ലേ. ഇപ്പം പോത്താങ്കൾ എത്ര ഉണ്ടായിരുന്നു? എനിക്കിപ്പോഴാണല്ലോ ഒരു 4 കൂടി മേടിക്കണം. അല്ല ഇതിലും വലിയ കൃഷി പണിയില്ലായ്മ 4 പോത്ത് മേടിച്ചത്. മറ്റെത്ര റിസ്ക് ടെൻഷൻ ഉണ്ടോ? ഇത് മെയിനായിട്ട് നമുക്ക് കാലാവസ്ഥയാണ് പ്രശ്നം തന്നെ. എല്ലാവട്ടം മഴയിൽ പെടാറ്. കഴിഞ്ഞ വർഷം നമുക്ക് മറ്റേ വരൾച്ചയിൽ വിട്ടുപോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വല്ലതും കിട്ടിയില്ലേ? അന്തികാട് പ്രാവശ്യം ഞങ്ങൾ കൊയ്തുല്ലോ. ഇവിടെ പിന്നെ നമ്മൾ കൊയ്തു. അന്തികാട് ഞങ്ങൾ കൊയ്തേ ഇല്ല. ഇതിപ്പം നമ്മൾ ഇറങ്ങി നിൽക്കുക കാരണം കൊണ്ടല്ലേ നമുക്കത് നമ്മൾ അവനവൻ പണിയുന്നതുകൊണ്ടാണ് നമുക്ക് മേലോട്ടാണ് പോണത്. എന്തോരം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ പറ്റല്ലോ. ഇപ്പോൾ കുമാരേട്ടന് ഒരു മകനുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണ്. സുധീർ എന്ന പേര്. ആളിപ്പോൾ ബസ് ഓടിക്കണല്ലേ? ബസ് ഓടിക്കുന്നത്. ഇപ്പം നാളെ മറ്റന്നാൾ ഇറങ്ങും, ഞായറിടാൻ ഇറങ്ങും. വരില്ലേ. മകൾ സുനിത ഇവിടെ കഴിഞ്ഞ വർഷം കൺവീനറായിരുന്നു, ഈ വർഷം കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കുമാരേട്ടൻ്റെ വിശേഷങ്ങൾ പുള്ളിൻ്റെ കുറിച്ച് പറഞ്ഞത്.